ഇന്ന് മുരുവിറച്ചി സ്പെഷ്യൽ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. മുരുവിറച്ചി കുറച്ചു സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ക്ലീൻ ചെയ്തെടുക്കാം. പുഴയിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് തന്നെ പുഴയിലെ ആ മണലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഇതിനു മുന്നേ മുരുവിറച്ചിയുടെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് മുരുവിറച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഒക്കെ പറയുന്നുണ്ട്. ഇതിലെ ഈ സൈഡിൽ കാണുന്ന ഈ വേസ്റ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് ഒഴിവാക്കാം. ഈ മീറ്റ് നല്ല സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഓരോന്നായി എടുത്ത് തന്നെ ക്ലീൻ ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മസാലക്കൂട്ട് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും നോൺ വെജ് ഐറ്റംസ് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മസാലക്കൂട്ട് തന്നെയാണ് ഈ ഇറച്ചിയിലേക്കും യൂസ് ചെയ്യുന്നത്. ആദ്യം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന എരിവിൻ്റെ അളവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. മുരുവിറച്ചി നന്നായി വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി പാൻ ചൂടാവാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കറിവേപ്പില അത്ര ഫ്രഷ് അല്ല, ഫ്രഷ് കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഈ കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരുവിറച്ചിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുരുവിറച്ചി വാഷ് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് മിക്സ് ചെയ്ത സമയത്ത് വന്ന ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മസാല കലർന്ന വെള്ളമാണ്, അതുകൊണ്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ മുരുവിറച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം പുറത്തു വരും. കണ്ടോ, നല്ലോണം വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുരുവിറച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരാറില്ല. ഈ വെള്ളത്തിൽ കിടന്നാണ് മുരുവിറച്ചി നന്നായിട്ട് കുക്ക് ആവുന്നത്. പ്രിപ്പറേഷൻ ഒന്നും അധികമില്ല, കുക്കിങ്ങിന് വേണ്ടി കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് വരുന്ന ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി മുരുവിറച്ചി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അടച്ചു വെക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താണ് കുക്ക് ചെയ്യുന്നത്. ഇതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നന്നായി വറ്റി. ഇതിലേക്ക് ഇപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണയിൽ കിടന്നാണ് നന്നായിട്ടൊന്ന് കുക്കാവേണ്ടത്. മുരുവിറച്ചിയെല്ലാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത മസാലക്കൂട്ടൊക്കെ മുരുവിറച്ചിയിലേക്ക് ഇപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. മുരുവിറച്ചിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ രീതിയിലും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. നമുക്ക് എരിവ് വേണ്ടതിനനുസരിച്ച് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഈ ഇറച്ചിയിലേക്ക് മിക്സായി കിട്ടണം. എന്നിട്ട് നമുക്ക് എത്രയാണോ ക്രിസ്പിനെസ് വേണ്ടത് അതുവരെ നന്നായിട്ടൊന്നിങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. മുരുവിറച്ചി ആദ്യമായിട്ടാണ് ഞങ്ങളും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നത്. മുരുവിറച്ചി കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കോഴിക്കോട് തീരദേശ ഭാഗത്തൊക്കെ ഇപ്പോഴും മുരുവിറച്ചി അവൈലബിൾ ആണ്.
ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.